KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരായിട്ടുള്ള കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ചർച്ചകൾ സജീവമാവുകയാണ്. പാർട്ടി ഔദ്യോഗികമായി പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളെക്കുറിച്ച് ഇതുവരെയും പാർട്ടി പ്രതികരിച്ചിട്ടില്ല എങ്കിലും വൈകാതെ വിശദീകരണവുമായി എത്തുമെന്നാണ് സൂചന. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ഇടതു കേന്ദ്രങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ കൂടോത്ര വിവാദം ആയുധമാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വളരെ കരുതലോടുകൂടിയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങൾ. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, ഇന്നലെ ഡാനാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ആ ദൃശ്യങ്ങൾ ന്യൂസ് 18 ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ വാർത്തയുണ്ടാക്കിയ ചലനങ്ങൾ എന്താകുമെന്നുള്ള കാത്തിരിപ്പാണ്. എന്താണെങ്കിലും ഇന്നലെ KC വേണുഗോപാലിനോട്, കെ സുധാകരനോട് തന്നെ VD സതീശനോടൊക്കെ ചോദിച്ചു. എല്ലാവരും അറിയില്ല, സുധാകരനൊന്നും വേണ്ടിയില്ല, മറ്റു രണ്ടുപേരും അറിയില്ല എന്നുള്ള നിലപാടാണ് എടുത്തത്. വളരെ കരുതലോടുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം ഇതിന് മറുപടി നൽകാൻ ആഗ്രഹിക്കുമെന്ന് തോന്നുന്നു. ഈ ഭരണപക്ഷം അല്ലെങ്കിൽ LDF ഇതിനെ ഒരു ആയുധമാക്കി എടുക്കാനുള്ള സാധ്യതയുണ്ടോ ഡാൻ? എൽദോ, പ്രധാനമായി കോൺഗ്രസ് നേതാക്കൾക്ക്, പ്രത്യേകിച്ച് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ശബ്ദം ഉണ്ടായിരുന്ന കെ സുധാകരന്റെയും KPCC അധ്യക്ഷന്റെയും അതോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ഈ ശബ്ദം അതിൽ കൃത്യമായി വ്യക്തമായിരുന്നതുകൊണ്ട് അവർക്കത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് അവരെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് ഔദ്യോഗികമായി മാധ്യമങ്ങളെ കാണും. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയേക്കുമെന്നുള്ള സൂചനകളൊക്കെ ഇന്നലെ മുതൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായി ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസിനുള്ളിൽ അത് വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. കാരണം KPCC അധ്യക്ഷനെതിരെ KPCC ആസ്ഥാനത്തും അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലുമൊക്കെ അത്തരമൊരു ഈ കൂടോത്രം ചെയ്യണമെങ്കിൽ അത് കൃത്യമായി സ്വാധീനമുള്ള, അവിടേക്ക് വരാൻ കൃത്യമായി സ്വാധീനമുള്ള ഒരാളാണത് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം നേതാക്കൾക്കിടയിലൊക്കെ സജീവമായ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഇനി പുറത്തു വരാനുള്ളത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരമാണ്: ആരാണ് ഇത് ചെയ്തത്? അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കോൺഗ്രസിനുള്ളിൽ ചൂടുപിടിക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ലഭ്യമാകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഈ വാർത്ത അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഏത് തരത്തിലുള്ള ചലനങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്നതിന്റെ കൃത്യമായ തെളിവായി തന്നെ അത് മാറുകയും ചെയ്യും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് നേതാക്കൾ കൃത്യമായ വിശദീകരണം, അതായത് പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്നലെ പറഞ്ഞത് കണ്ടില്ല, പരിശോധിക്കാമെന്ന്. പക്ഷേ ഇനി അങ്ങനെ പറഞ്ഞൊഴിയാനാവില്ല. കാരണം ഇന്നലെ മുഴുവൻ സജീവമായി നിന്ന ഒരു വാർത്തയാണ്. അത് കണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പ്രതിപക്ഷ നേതാവിനോ KPCC അധ്യക്ഷനോ മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കോ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കരുതലോടെയാണ് ഇന്നലെ പ്രതികരണങ്ങൾ ഉണ്ടായതെങ്കിലും എന്താണ് സംഭവിച്ചത് എന്ന കൃത്യമായ വിശദീകരണം നൽകാൻ അവർ ബാധ്യസ്ഥരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുറപ്പാണ്. നേരത്തെ എൽദോ തന്നെ സൂചിപ്പിച്ച പോലെ കെ കരുണാകരന്റെ ഇതുമായി വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, തലസ്ഥാനത്ത് അടക്കം ജന്മവാർഷിക പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ KPCC അധ്യക്ഷനടക്കം ഇന്ന് വൈകിട്ട് പങ്കെടുക്കുന്നുണ്ട്. രാവിലെ ഇന്ദിരാഭവനിൽ പുഷ്പാർച്ചന നടക്കുന്നുണ്ട്. സ്വാഭാവികമായി അവിടെയൊക്കെ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ഉന്നയിച്ചേക്കാം. അതിനോട് അദ്ദേഹം ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നതാണ് ഇനി ആകാംക്ഷയോടെ കാത്തിരുന്ന് കാണാനുള്ളത്. ഡാൻ, ഇതിൽ ഈ ഏറ്റവും കൂടുതൽ ഈ കൂടോത്ര വിവാദം അത് പിടിച്ചുലയ്ക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിൽ കൂടോത്രം, അതിൽ വിശ്വാസം പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ പലപ്പോഴും മുൻപും പുറത്തു വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ സ്വന്തം പാളയത്തിൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകില്ലേ KPCC അധ്യക്ഷന്? ഇനി അങ്ങനെ ഒരു പ്രതികരണത്തിലേക്കൊക്കെ പോയാൽ, അല്ലെങ്കിൽ പൂർണ്ണമായും അത് രാഷ്ട്രീയ പ്രതിയോഗികളുടെ ചെയ്തി ആയിരിക്കാം എന്നുള്ള മറുപടിയൊക്കെ നൽകേണ്ടി വരും. അല്ല, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അദ്ദേഹം KPCC അധ്യക്ഷനായി ഇരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ കൂടോത്രം ചെയ്തു എന്ന വിവരം ഔദ്യോഗികമായി അദ്ദേഹം തന്നെ പറഞ്ഞ് ആരാണ് ചെയ്തത്, അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിനുള്ള സാധ്യത വിരളമാണ്. കാരണം അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാവുന്ന പൊട്ടിത്തെറിയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളയാളാണ് KPCC അധ്യക്ഷൻ. സ്വാഭാവികമായി അദ്ദേഹം തന്നെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുന്നതിനിടയിൽ ഇങ്ങനെയൊരു അനാവശ്യ വിവാദത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്താൻ തന്നെയാണ് സാധ്യത. പക്ഷേ എങ്ങനെയായാലും അതിന് പിന്നിൽ ആരാണ് എന്ന ചർച്ചകൾ കെ സുധാകരൻ അനുഭാവികൾക്കിടയിൽ, അതോടൊപ്പമുള്ള നേതാക്കൾക്കിടയിലൊക്കെ സജീവമായ ചർച്ചയായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കൃത്യമായി KPCC അധ്യക്ഷൻ തന്നെ ഒരു വിശദീകരണവുമായി രംഗത്തെത്താനാണ് സാധ്യത. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഉണ്ണിത്താനോട് ചോദിക്കുക, എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു.
പറഞ്ഞ് ഇത് ഏറെ നാൾ മുമ്പുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് മാത്രം ഒഴിയുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ KPCC അധ്യക്ഷൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറാൻ KPCC അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവിനോ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കോ ഒന്നും കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമായി ഇത് മാറും. അവിടെയാണ് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ഇത് ഒരു വലിയ ആയുധമായി ഭരണപക്ഷം ഇടതുപക്ഷം അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ BJPയും LDFും ഒരുപോലെ UDFിന്റെ ഈ വിഷയത്തിൽ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം, കോൺഗ്രസ് നേതൃത്വത്തെ കടന്നാക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വവും നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ഡാൻ, എന്നാൽ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ എന്നാലും പ്രതികരണങ്ങൾക്കായി ഉറ്റുനോക്കുന്നുണ്ട് രാഷ്ട്രീയ കേരളം. അത് ഏറെ വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. കോൺഗ്രസിൽ വലിയ ചൂടേറിയ ചർച്ചകൾ, വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെയാണ് ഡാൻ കുര്യൻ ഈ ദൃശ്യങ്ങളും അതിലെ ശബ്ദവും ഉൾപ്പെടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ന്യൂസ് 18 വഴിയാണ് ആ വാർത്ത പുറം ലോകത്തേക്ക് എത്തുകയും ചെയ്തത്. എന്താണെങ്കിലും KPCC